മലപ്പുറം അരീക്കോട്ട് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ ബലാത്സംഗത്തിനിരയാക്കി. അയൽവാസിയും ബന്ധുക്കളും അടക്കം 8 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. വിജിത KP വിവരങ്ങൾ നൽകുന്നു. പത്തനംതിട്ടയിൽ ദളിത് പെൺകുട്ടിയെ കൂട്ടത്തോടെ ബലാത്സംഗം ചെയ്തതിന്റെ വിവരങ്ങൾ പുറത്തു വരികയും അവരെ പ്രതികൂടുകയും ചെയ്യുന്നതിനിടയിലാണ് ഇപ്പോൾ മലപ്പുറം അരീക്കോട്ട് നിന്ന് ഈ ഒരു ബലാത്സംഗ വാർത്ത വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ അപകടകരമായ കാര്യം എന്ന് പറയുന്നത് മാനസികമായിട്ട് വെല്ലുവിളി നേരിടുന്ന യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കി എന്നുള്ളതാണ്. ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? ഏതൊക്കെ രീതിയിലാണ് കേസന്വേഷണം മുന്നോട്ട് പോകുന്നത്? കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടി ശ്രമം ഉണ്ടായിട്ടുണ്ടായിരുന്നോ? എന്താണ് അവർ പറയുന്നത്? ബനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മലപ്പുറം അരീക്കോട് മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീയെ പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. വളരെ നിഷ്ഠൂരമായിട്ട് 8 പേർ ചേർന്ന് കൂട്ടമായി ബലാത്സംഗം ചെയ്തു എന്നുള്ളൊരു കാര്യമാണ്. പ്രതികളെ ഇതുവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു പരാതിയും ഇക്കാര്യത്തിൽ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. 2023 മാർച്ച് ഫെബ്രുവരി മാസങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ യുവതിയെ പീഡിപ്പിച്ചു, ഉപദ്രവിച്ചു എന്നുള്ള പരാതി യുവതി പോലീസിൽ അറിയിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ ഈ ഒരു കേസിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു സ്ത്രീയെ ഉപദ്രവിച്ചു എന്നുള്ള ഒരു കേസ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു കേസിൽ എന്തുകൊണ്ട് ഇത്ര കാലമായിട്ടും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള വലിയൊരു പരാതിയും ഇക്കാര്യത്തിൽ വരികയാണ്. ഈ യുവതി ഭർത്താവുമായി അകന്നു കഴിയുന്ന ഒരു വ്യക്തിയാണ്. രണ്ട് മക്കളും ഈ യുവതിക്കുണ്ട്. അകന്ന ബന്ധുക്കളും അയൽവാസിയായ ഒരാളും ചേർന്ന് ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതി പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ അയൽവാസിയാണ് ഇവരെ ആദ്യം ഉപദ്രവിക്കുന്നത്. അയൽവാസിയുമായിട്ട് ഇവർക്ക് പണമിടപാടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ തുടർന്ന് പണം കൊടുക്കാൻ കഴിയാതെ വന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഇയാളുമായി യാത്രയ്ക്ക് വരണം അല്ലെങ്കിൽ ട്രിപ്പിന് വരണം എന്നുള്ള ആവശ്യം ഇയാൾ ഉന്നയിക്കുകയും തുടർന്ന് നിർബന്ധിതമായി ഇവരെ മഞ്ചേരിയിൽ പല ഹോട്ടലുകളിലും പല ലോഡ്ജുകളിലും എത്തിച്ച് പീഡിപ്പിക്കുകയുമായിരുന്നു എന്നാണ് പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു സ്ത്രീയാണ്. അവർക്ക് ഇതിൽ എതിർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. യുവതിക്ക് ആ സമയത്തൊന്നും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ വീണ്ടും ഇത്തരത്തിൽ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ വീണ്ടും ഇത്തരത്തിൽ ഇവരെ വിളിക്കുന്ന സമയത്തൊന്നും അവർക്ക് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള ഒരു കാര്യം അറിയുന്നില്ല. ഇങ്ങനെ പോവാൻ പാടില്ല അല്ലെങ്കിൽ ഇത്തരത്തിൽ ആ ഒരു കാര്യത്തിലേക്ക് പോവരുത് എന്നൊന്നും ചിന്തിക്കാനുള്ള അത്രത്തോളം ഒരു കാര്യം അവർക്ക് ഉണ്ടാവുന്നില്ല. കാരണം ആദ്യമേ നമ്മൾ പറഞ്ഞു, മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവർ. ശേഷം ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് ഇയാളുടെ സുഹൃത്തുക്കളും ഈ യുവതിയുടെ തന്നെ അകന്ന ബന്ധത്തിലുള്ള കുറെ ആളുകളും ചേർന്ന് ഇവരെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതായത് 8 പേർ ചേർന്ന് കൂട്ടമായി ബലാത്സംഗം ചെയ്തു എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പിന്നീട് അറിയുന്നത്. കഴിഞ്ഞ മാസമായിട്ട് യുവതി ഇക്കാര്യത്തിൽ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി. തുടർന്നാണ് യുവതിയുടെ സഹോദരൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നതും അരീക്കോട് പോലീസിന് പരാതി നൽകുന്നതും. എന്നാൽ ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നത് പരാതി ഗൗരവമായി എടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. നിലവിൽ 3 FIR ആണ് പോലീസ് ഇട്ടിട്ടുള്ളത്. 15 പവനോളം സ്വർണ്ണാഭരണങ്ങൾ യുവതിയുടെ ഈ കാലഘട്ടങ്ങളിലായി നഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതിനെ തുടർന്ന് 3 FIR ഇട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ ആക്രമിച്ചു എന്നുള്ളൊരു കേസ് ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടീമിനെ അല്ലെങ്കിൽ പ്രത്യേക സംഘത്തെ വെച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. കൊണ്ടോട്ടി DYSPക്കാണ് നിലവിൽ അന്വേഷണ ചുമതലയുള്ളത്. എന്നാൽ ഇക്കാര്യത്തിൽ പറയുന്നത് ഇത്തരത്തിലൊരു കേസ് ആയതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ അടക്കം സാഹചര്യ തെളിവുകളെല്ലാം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് ഇനിയും വിശദമായ അന്വേഷണം വേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന ബന്ധുക്കളുടെ പരാതിക്ക് പോലീസ് നൽകുന്ന മറുപടിയും അത് തന്നെയാണ്. ഇനിയും അന്വേഷണം ആവശ്യമുണ്ട്. ഇത്തരത്തിൽ സാഹചര്യ തെളിവുകൾ അടക്കം മൊബൈൽ ഫോൺ അടക്കം യുവതി പറയുന്ന സ്ഥലങ്ങളടക്കം ഇക്കാര്യത്തിൽ അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും സമയം, വിശദമായ അന്വേഷണത്തിന് ശേഷം മാത്രമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുകയോ തുടങ്ങിയ നടപടികളിലേക്കെല്ലാം കടക്കാൻ കഴിയൂ എന്നുള്ള കാര്യമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. നിലവിൽ അട്ടിമറികളൊന്നും തന്നെ നടക്കുന്നില്ല. അല്ലെങ്കിൽ പ്രതികൾക്കെതിരെ ശക്തമായിട്ടുള്ള അന്വേഷണമാണ് അരീക്കോട് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് എന്നാണ് പറയാൻ കഴിയുന്നത്. ബനേഷ്, മലപ്പുറത്ത് മാനസിക വെല്ലുവിളി നേരിടുന്ന യുവതിയെ ബലാത്സംഗത്തിനിരയാക്കിയതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു വിജിത KP.